ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ വന്നത് ദാണ്ട ഇതുകൊണ്ടാണ്, റുബിക്സ് ക്യൂബ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചാൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ തന്നെ. അപ്പോൾ അതിൽ 3 ലക്ഷത്തിലധികം ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുണ്ട്. 9,000-ഓളം ആൾക്കാർ ഇപ്പോൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല, ഫേക്കാണ്, പറ്റിയിലാണ്, സ്പീഡ് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടെ സ്ലോവിന് മനസ്സിലാവുന്ന രീതിയിൽ പതുക്കെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു വീഡിയോ ഇടാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മെയിനായിട്ട് ഇടുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനസ്സിലായില്ലെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റുബിക്സ് ക്യൂബ് വാങ്ങുക, ഇല്ലെങ്കിൽ എവിടെ നിന്ന് കട മേടിക്കുക. നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ ശ്രമിക്കുക. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനെ തിരിക്കുന്ന വഴിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഇളകി തെറിച്ച് പോകും. അപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് കയ്യിൽ വെച്ചതിന് ശേഷം ഇതിപ്പോൾ 3 തട്ടാണ്, 3 ലെയറാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ബോട്ടമാണ്, പിന്നെ ചെയ്യുന്നത് മിഡിൽ, പിന്നെ ടോപ്പ്, അങ്ങനെ 3ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു സൈഡ്, ഈ അടിയിലത്തെ ഭാഗം ഫുള്ള് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ലെയറായ 2ാമത്തെ ലെയറും മിഡിൽ ലെയർ ചെയ്യാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ച് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ലെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങളിത് 3 ലെയറും കൂടെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല, നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ബോട്ടം ലെവല് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കണ്ട് മനസ്സിലായതിന് ശേഷം, കാണാതെ പഠിച്ചതിന് ശേഷം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം 2ാമത്തെ പഠിക്കുക. ആ 2ഉം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ടോപ്പിലെ 3ാമത്തെ ലെവൽ പഠിക്കുക. അങ്ങനെ ശ്രമിച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അല്ലാതെ ഇത് 3ഉം കൂടെ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് പറയാൻ മെയിൻ കാരണം, ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഇത് മനസ്സിലാവാത്തതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവാൻ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോയിൽ ഞാൻ ഇച്ചിരി സ്ലോവിന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിത് ഒരെണ്ണം കൈ വെച്ചതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ മാത്രം അടുത്ത ലെയർ ചെയ്യുക. അങ്ങനെ അതിൻ്റെ അടുത്ത ലെയർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് പെട്ടെന്ന് സോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഈ മെത്തേഡ് ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മാറിപ്പോകില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഫ്രണ്ട്സ്. ഇതിപ്പം സോൾവ് അല്ലാത്ത ഒരു റുബിക്സ് ക്യൂബാണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. സോൾവ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു വശം നമുക്ക് തിരഞ്ഞെടുക്കാം. ആദ്യമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് വൈറ്റാണ്. ഈ സെൻട്രലിലെ പീസുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യത്തില്ല. ഇതിൽ 6 വശമുണ്ട്. ഈ 6 വശത്തിലെ സെൻട്രൽ പീസുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ പീസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് വൈറ്റാണ്. ഈ വൈറ്റിൻ്റെ ഈ ഫുള്ള് സൈഡ് ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വൈറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ക്രോസ് ഇവിടെ ഉണ്ടാക്കുക എന്നാണ്. ആ വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഈ 4 കോർണറും ഞാൻ ശരിയാക്കാൻ പോകുന്നത്. ഈ വൈറ്റ് ക്രോസ് ശരിയാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് എന്തായാലും മഞ്ഞയായിരിക്കും. മിക്ക റുബിക്സ് ക്യൂബും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് യെല്ലോ ആയിരിക്കും. വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ ആയിരിക്കും. സെൻട്രൽ പീസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് സൈഡ് തിരഞ്ഞെടുത്താലും അതിൻ്റെ സെൻട്രൽ പീസാണ് അതിൻ്റെ കളർ. അവിടുത്തെ ആ സൈഡിലെ കളറ്, ആ സെൻട്രൽ പീസിലുള്ള കളറാണ് അവിടെ മൊത്തം ഫില്ല് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കളർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഈ സെൻറ്റർ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട്
ഞാൻ ഈ വൈറ്റ് ക്രോസ് ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് ശരിയാക്കുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് യെല്ലോ എടുത്തു. യെല്ലോയ്ക്ക് ചുറ്റും ഞാനൊരു വൈറ്റ് കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ വൈറ്റിന് ചുറ്റും, ഈ യെല്ലോയ്ക്ക് ചുറ്റും 4 വൈറ്റ് പീസ് കൊണ്ടുവരാൻ പോകണം. ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് ബാക്കി 3 എണ്ണം കൊണ്ടുവരണം. അപ്പം നമ്മളിങ്ങനെ തൊട്ട് സൈഡിൽ നോക്കുക, എവിടെയാണ് സെൻട്രൽ വൈറ്റ് ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. സെൻട്രലിൽ ഏത് സൈഡിലെങ്ങനെ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പം ഇവിടെയാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. ഈ സിമ്പിളായിട്ട് ഇങ്ങനെ തിരിച്ച് നമുക്ക് വൈറ്റ് അവിടെ കൊണ്ടുവരാം. ഇനി അടുത്തത് നോക്കുക, എവിടെയെങ്കിലും സെൻട്രലിലുണ്ടോ. ഇപ്പോൾ ഇവിടെ എങ്ങും സെൻട്രലിലില്ല. അതിനുശേഷം അടുത്ത അടിയിൽ നോക്കുക. അടിയിൽ നോക്കിയപ്പോൾ അടിയിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ എനിക്കത് മുകളിൽ കൊണ്ടുവരുന്നതിന് നേരെ പിടിച്ചതിന് ശേഷം നേരെ അടിയിലായതുകൊണ്ട് 2 റൗണ്ട് ഇങ്ങനെ കറക്കുമ്പോൾ ആ വെള്ള എനിക്ക് മുകളിൽ കിട്ടും. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത വൈറ്റ് ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി അടുത്തത് എവിടെ സെൻട്രലിലുള്ളതെന്ന് നോക്കുക. വൈറ്റ് സെൻട്രൽ വരുന്ന എവിടെയാണെന്ന് നോക്കുക. ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ എനിക്ക് ഈ സൈഡിലിരിക്കുന്ന വൈറ്റ് മുകളിലോട്ട് 2 വട്ടം കറക്കിയാൽ ഒരിക്കലും ഇവിടെ മുകളിൽ കിട്ടത്തില്ല, ഈ സൈഡിലേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇരുന്ന പോലെ ഒന്നുകൂടെ വെക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി. അതിനുശേഷം ഈ സൈഡിലിരിക്കുകയാണ് വൈറ്റ്, എനിക്കത് കൊണ്ടുവരേണ്ടത് ഇവിടെയാണ്. ഈ സൈഡിൽ ഇരിക്കുന്ന വൈറ്റ് ഇവിടെ കൊണ്ടുവരണം. ഇങ്ങനെ 2 വട്ടം തിരിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇത് തിരിച്ച് വെക്കുക. ഈ വൈറ്റ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നമ്മൾ തിരിച്ച് വെക്കുക. അപ്പം ഞാൻ ഈ സൈഡിലോട്ട് തിരിച്ച് വെച്ചു. ഇവിടെ ഇരുന്ന വൈറ്റിനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു. അടിയിലത്തെ ഈ പീസ് മാത്രമേ നിങ്ങൾ തിരിക്കാവൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം എനിക്ക് ഈ വൈറ്റ് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. ഈ വൈറ്റ് ഇവിടെ ഇരിക്കുകയാണ്. ഈ വൈറ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇരുന്ന വൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു, ഇവിടെ വന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇരിക്കുന്ന വൈറ്റിനെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഇടത്തോട്ട് തിരിക്കുക. ഇങ്ങനെ ഇടത്തോട്ട് തിരിക്കുന്ന വഴിക്ക് ഈ വൈറ്റ് ഇവിടെ ഇരുന്ന വൈറ്റ് ഇവിടെ വന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെല്ലാവർക്കും പറ്റുമെന്നാണ് വിശ്വാസം. ഞാൻ ഇത്രയും എടുത്തു പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ആർക്കും മനസ്സിലായില്ലെന്ന് പറയുന്നതുകൊണ്ടാണ് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വൈറ്റിനെ ഞാൻ ഇങ്ങനെ തിരിച്ചു. ഇങ്ങനെ തിരിച്ച വഴിക്ക് ഇവിടെ ഇരുന്ന വൈറ്റ് ഇവിടെ വന്നു. അതിനുശേഷം ഇത് നേരെ മുകളിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ വൈറ്റ് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഒരു 3 വൈറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിരുന്ന വൈറ്റ് ഇങ്ങനെ തിരിച്ചപ്പോൾ ഈ സൈഡിൽ വന്നു. അത് കുഴപ്പമില്ല, നമ്മൾ വീണ്ടും അതിനടുത്ത് മുകളിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പം 4 വൈറ്റും നമുക്ക് മഞ്ഞയ്ക്ക് ചുറ്റുമായി, യെല്ലോയ്ക്ക് ചുറ്റും 4 വൈറ്റ് കിട്ടി. ഇതെല്ലാവർക്കും ചെയ്യാൻ എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനി വിശദമായിട്ട് പറയുന്നില്ല. ഇനി ആദ്യം നമ്മൾ വൈറ്റിന് ചുറ്റും ഒരു ക്രോസ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു യെല്ലോയ്ക്ക് ചുറ്റും നമ്മൾ ആദ്യം 4 വൈറ്റ് കൊണ്ടുവരണമെന്ന്. അങ്ങനെ നമ്മൾ യെല്ലോയ്ക്ക് ചുറ്റും 4 വൈറ്റ് കൊണ്ടുവന്ന് അത് നേരെ ഓപ്പോസിറ്റ് സൈഡ് വൈറ്റാണ്. അപ്പോൾ ഈ വൈറ്റിന് ചുറ്റും നമ്മൾ ആ 4 വൈറ്റും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മൾ ഈ വൈറ്റിന് ചുറ്റും കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ഒരു നിറവും കൂടെ ശ്രദ്ധിക്കണം. ഈ 4 വൈറ്റിൻ്റെ സൈഡിൽ വരുന്ന നിറം ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഇത് ഓരോന്നിനും ഓരോ നിറമായിരിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു നിറം ആദ്യം നോക്കാം. ഇപ്പം ഞാൻ ഈ വൈറ്റ് എടുത്തു. ഈ വൈറ്റ് എടുത്തപ്പോൾ അതിൻ്റെ സൈഡിലെ നിറം നോക്കി റെഡാണ് അതിലെ നിറം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ റെഡ് ഇങ്ങനെ തിരിച്ച് നോക്കുക. എവിടാണ് റെഡ് വരുന്നത്, റെഡ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കി. റെഡ് അതിന് തൊട്ട് താഴെ റെഡ് വരുന്നത് എവിടെയാണെന്ന് നോക്കി. 2 റെഡ് എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ നോക്കിയത്. അപ്പോൾ റെഡ് ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തത് റെഡ് ആയതുകൊണ്ട് റെഡ് നോക്കി. അതിനുശേഷം 2 റൗണ്ട് താഴോട്ട് തിരിക്കുക. 1 2 റൗണ്ട് തിരിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ആ വെള്ളയ്ക്ക് സൈഡിൽ ആ വെള്ള കിട്ടും. താഴത്തെ വെള്ളയുടെ സെൻറ്റർ പീസിന് നേരെ അടുത്ത വെള്ള നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ അടുത്ത കളർ സെലക്ട് ചെയ്യുക. അടുത്ത വൈറ്റ് എടുക്കുക. അടുത്ത വൈറ്റ് എടുത്ത്
അതിൻ്റെ സൈഡിലെ നിറം നോക്കുക. ഇതിൻ്റെ സൈഡിലെ നിറം ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ മുകളിലെ പീസ് മാത്രം ഇങ്ങനെ തിരിച്ച് നോക്കുക. അതിങ്ങനെ തിരിക്കുക. ഓറഞ്ച് കറക്റ്റായിട്ട് എവിടെ കിട്ടുന്നോ അവിടെ വെക്കുക. ഈ സെൻറ്ററിൽ ഓറഞ്ച് കിട്ടുന്നത് കറക്റ്റായിട്ട് വെക്കുക എവിടെയാണെന്ന് വെച്ചാൽ. ഓറഞ്ചെങ്കിൽ ഓറഞ്ച്, ഗ്രീനെങ്കിൽ ഗ്രീന്, ഏതാ നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നത് അവിടെ വെക്കുക. അതിന് ശേഷം അത് 2 റൗണ്ട് താഴോട്ട് തിരിക്കുക. തിരിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളയുടെ നേരെ കിട്ടും. ഈ വെള്ള കിട്ടിയെന്ന് മാത്രമല്ല, നമുക്ക് ഈ സൈഡിലെ നിറവും കൂടെ കറക്റ്റായി കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം യെല്ലോയ്ക്ക് ചുറ്റും വൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിന് ശേഷം വൈറ്റ് ക്രോസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ സൈഡും കൂടെ കറക്റ്റാവും. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്, നമുക്ക് ആ 2ഉം കൂടെ കറക്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത വൈറ്റ്, ആ വൈറ്റിൻ്റെ സൈഡിൽ ഗ്രീനാണ്. അപ്പം ഗ്രീനിന് നേരെ വെക്കുക. അങ്ങനെ കറക്കി നോക്കുമ്പോൾ എവിടെയാണോ ഉള്ളത് അത് കിട്ടും. ആ മുകളിലത്തെ പീസ് മാത്രം നിങ്ങൾ തിരിക്കാവൂ. അപ്പോൾ തിരിക്കുക. ആ മുകളിലത്തെ പീസ് തിരിച്ച് ഗ്രീൻ കിട്ടി, ഇവിടെ വൈറ്റാണ്. അപ്പോൾ 2 റൗണ്ട് നമ്മൾ താഴോട്ട് തിരിക്കുക. വീണ്ടും 2 തവണ. അപ്പോൾ അവിടെയും കിട്ടി, ഈ സൈഡും ശരിയായി. ഇനി അടുത്ത വൈറ്റിൻ്റെ സൈഡിൽ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ ഉള്ളിടത്തോട്ട് ഇങ്ങനെ തിരിച്ച് വെക്കുക. ബ്ലൂ കറക്റ്റായിട്ട് കിട്ടി. അതിന് ശേഷം ആ പീസ് മാത്രം 2 റൗണ്ട് താഴോട്ട് തിരിക്കുക. അപ്പോൾ അവിടെ ഒരു വൈറ്റ് ക്രോസ് നമുക്ക് കിട്ടി. ഈ പീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് ഓൾറെഡി അവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല, വൈറ്റ് ക്രോസ് മാത്രമേ കാണൂ. ചിലപ്പോൾ ഇവിടെ എല്ലാം കിട്ടും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ക്രോസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ക്രോസും നമുക്ക് താണ്ട ഈ സൈഡ്, ആ വൈറ്റിൻ്റെ സൈഡിലുള്ള നിറങ്ങളും കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് കിട്ടി. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം യെല്ലോയ്ക്ക് ചുറ്റും ഈ വൈറ്റ് ക്രോസ് എത്തിക്കാൻ പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ വൈറ്റിനെ കൊണ്ടുവന്നപ്പോൾ ഈ സൈഡും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് 4 സൈഡിലുള്ള വൈറ്റും കൂടെ കൊണ്ടുവരണം. അവിടെയും കൂടെ 4 പീസ് വൈറ്റ് എത്തിക്കണം. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ സൈഡിലെ നിറങ്ങളൊന്നും കറക്റ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ ഓറഞ്ച് ആണ് ഈ സൈഡിൽ വരേണ്ടത്, ഇവിടെ ഓറഞ്ച് ഇല്ല. ഈ സൈഡിൽ ഗ്രീനാണ് വരേണ്ടത്, ഇവിടെ ഗ്രീനും ഇല്ല. അത് അവിടുത്തേതല്ല. നമുക്ക് അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നിറം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ട, അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കോർണർ ശരിയാക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ബോട്ടമാണ്. നമ്മൾ വൈറ്റാണ് ശരിയാക്കിക്കൊണ്ടിരുന്നത്, അത് നമ്മുടെ ബോട്ടമാണ്, ചെവിടാണ്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഈ 4 കോർണറിൽ ഏതെങ്കിലും ഭാഗത്ത്, ഈ കോർണർ വരുന്ന പീസിനകത്ത് എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ സൈഡിലോ ഈ സൈഡിലോ, ഈ 3 സൈഡിൽ, ഈ കോർണറിൻ്റെ ഏതെങ്കിലും 3 സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് സൈഡിലുള്ള നിറം ഏതാണെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റ് വരുന്നത് ഇതിൻ്റെ ടോപ്പിലായിരിക്കും, ഈ മുകളിലത്തെ സൈഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 2 സൈഡിലെ ഏതെങ്കിലും ഒരു നിറം സെലക്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് സൈഡിൽ ആ വൈറ്റ് വന്നത് കൊണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലെ നിറം തന്നെ എടുക്കണം. വേറെ ഈ മേളത്തെ നിറം എടുക്കരുത്. ഈ സൈഡിലെ നിറങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ. അപ്പം ഞാൻ എടുത്തത് ഈ വൈറ്റിൻ്റെ സൈഡിലെ റെഡാണ്. റെഡ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ റെഡുള്ള പീസിന് നേരെ ഈ റെഡ് തിരിച്ച് വെക്കുക എന്നാണ്. അതായത് ഈ റെഡ് കളറ് ഈ സെൻറ്ററിൽ വന്നേക്കുന്നത്, ഇതിപ്പോൾ ഓറഞ്ചാണ് വന്നിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഈ സെൻറ്ററിൽ നിറം ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഓറഞ്ച്, ഇവിടെ ഗ്രീന്, ഇവിടെ റെഡ്, ഇവിടാണ് റെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസ്, ഈ റെഡ്, ഈ വൈറ്റിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന റെഡ്, ആ റെഡിൻ്റെ അങ്ങോട്ട് തിരിച്ച് വെക്കുക. അതായത് മേളത്തെ ടോപ്പ് മാത്രമേ തിരിക്കാവൂ, ബാക്കി 2 പീസ് അനങ്ങല്. ആ ടോപ്പ് മാത്രം ഇങ്ങനെ തിരിച്ച് റെഡിന് നേരെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഇതിൻ്റെ അടുത്ത നിറം ഏതാണെന്ന് നോക്കുക. വൈറ്റ് അല്ലാതെ അടുത്ത നിറം, ഈ റെഡിൻ്റെ ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത നിറം ഏതാ നോക്കുക. അടുത്ത നിറം വന്നേക്കുന്നത് ഏതാ നോക്കുക. അടുത്ത നിറം വന്നേക്കുന്നത് ഇതിനകത്ത് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഈ നിറം നോക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീസ് ഇനി നമുക്ക് ചവിട്ടിൽ കൊണ്ടുവരേണ്ടതാണ്. ഈ ചവിട്ടിൽ കൊണ്ടുവരണം, ബോട്ടത്തിൽ എത്തിക്കണം. അപ്പോൾ ഈ ബോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സീറ്റിംഗ് ആവോ ഇല്ലയോ എന്ന് അറിയണം. അതിനാണ്
അടുത്ത നിറം നോക്കാൻ പറഞ്ഞു. അതായത് ഈ റെഡ് സെൻട്രൽ വന്നുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റാണ്. റെഡ് ഓക്കെയാണ്, നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. ആ റെഡ് കറക്റ്റാണ്. വൈറ്റ് ഇതിൻ്റെ സെൻട്രൽ വരുമ്പോൾ കറക്റ്റാണ്. അടുത്ത നിറം നോക്കുമ്പോൾ ഗ്രീനാണ്. ഗ്രീൻ ഈ പീസിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റാകുമെന്നാണ് അടുത്ത നോക്കേണ്ടത്. അതായത് ഇത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഗ്രീനുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഇവിടെ ഉണ്ട്, ഈ റെഡ് ഇവിടെ ഉണ്ട്, ഈ വൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. അങ്ങനെ രണ്ട് നിറവും മൊത്തം 3 നിറവും കറക്റ്റായിട്ട് ഇവിടെ ഇരുന്ന സീറ്റിംഗ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് നേരെ പിടിക്കുക. നമ്മുടെ നേരെ പിടിച്ചതിന് ശേഷം ഏത് ഭാഗത്താണോ ഏത് സൈഡിലാണോ നമുക്ക് ഈ പീസ് എത്തിക്കേണ്ടത് ആ ഭാഗത്തുള്ളത് നമ്മൾ മുകളിലോട്ട് തിരിക്കുക. ഒരു വട്ടം മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം നമ്മൾ ആ ടോപ്പ് മാത്രം ഒരു വട്ടം വലത്തോട്ട് തിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ തിരിച്ചത് പഴയതുപോലെ വെക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പീസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ക്ലിയറായിട്ട് കിട്ടും. കണ്ട ഈ പീസ് റെഡ് കറക്റ്റായി, ഗ്രീൻ കറക്റ്റായി, വൈറ്റ് കറക്റ്റായി. ഇനി നമുക്ക് അതേപോലെ വെച്ചതിന് ശേഷം അടുത്ത ടോപ്പിൽ എവിടെ വൈറ്റ് ഉള്ളത് നോക്കാം. ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോർണറിൽ എവിടെ വൈറ്റ് എന്ന് മാത്രം നോക്കിയാൽ മതി. അതിങ്ങനെ തിരിച്ച് നോക്കുക. തിരിച്ച് നോക്കുമ്പോൾ ഇതിൽ എങ്ങും വൈറ്റില്ല. വൈറ്റ് ഇതിൻ്റെ ടോപ്പിലെങ്ങും വന്നിട്ടില്ല. ആ വൈറ്റ് നമുക്ക് ചുവട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഇവിടെ ഇരിക്കുകയാണ്, ഇതിലും ഇരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും, കോർണർ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതായി പോകും. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് വൈറ്റ് താണ്ടേ, വൈറ്റുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇത് പീസുകൾ ഇവിടത്തേക്ക് തന്നെയാണ്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പീസിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരണം. അതിനായിട്ട് ചെയ്യേണ്ടത് നേരെ പിടിക്കുക. ഈ വൈറ്റ് വരുന്ന ഭാഗം നമ്മൾ നേരെ പിടിക്കുക. ഇടത്തോ വലത്തോ ഒക്കെ പിടിക്കാം. എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് വരേണ്ട ഭാഗം ഏത് ഭാഗമാണോ മുകളിൽ എത്തിക്കേണ്ടത് ആ ഭാഗം നമ്മൾ മേലോട്ട് തിരിക്കുക. അപ്പം മേലോട്ട് തിരിച്ചപ്പോൾ നമുക്ക് ആ പീസ് മുകളിൽ വന്നു. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് തിരിക്കുക. അപ്പം ഞാൻ ഇടത്തോട്ട് തിരിച്ചു. അതിനുശേഷം നമ്മൾ ഈ മുകളിലോട്ട് തിരിച്ച തിരി പഴയതുപോലെ വെച്ച് അങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഗുണം ഇവിടെ ഇരുന്ന പീസ് നമുക്ക് ഇവിടെ വന്നു. ഇനി ഈ പീസിനെ നമുക്ക് താഴെ എത്തിച്ച ആ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പീസിനെ മുകളിൽ എത്തിച്ചത്. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ കോർണർ എത്തിക്കുന്നതിന് വേണ്ടി മുകളിലുള്ള ഒരു വൈറ്റുള്ള ഒരു പീസിനെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ വൈറ്റുള്ള പീസിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം അടുത്ത നിറം നോക്കിയപ്പോൾ ഈ സൈഡിലെ ഒരു നിറം നോക്കി. ഇതിപ്പോൾ വൈറ്റ് മുകളിൽ വന്നുകൊണ്ട് ഈ സൈഡിലെ ഏത് നിറം വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. ഇത് ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച്, ബ്ലൂ വേണമെങ്കിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ. ഞാനിപ്പോൾ ഓറഞ്ച് സെലക്ട് ചെയ്തു. ഓറഞ്ച് സെലക്ടിന് ശേഷം ഓറഞ്ച് സെൻറ്ററിലുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിക്കുകയാണ്. ആ പീസ് മാത്രം തിരിക്കുക. ഓറഞ്ച് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഓറഞ്ച് ഉള്ളത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിനുശേഷം അടുത്ത നിറം നോക്കിയപ്പോൾ ഗ്രീനാണ്. ഗ്രീൻ ഈ ചുവട്ടിൽ വന്നാൽ ശരിയാവുമെന്ന് ഞാൻ നോക്കുകയാണ്. ഇത് ഓറഞ്ച് ഇവിടെ വന്നാൽ കറക്റ്റാ, വൈറ്റ് ഇവിടെ വന്നാൽ കറക്റ്റാ. അടുത്ത ഗ്രീൻ ഇവിടെ വന്നാൽ കറക്റ്റാവില്ല. അപ്പോൾ നമുക്ക് ഈ പീസ് ഒരിക്കലും ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള തിരിച്ചാൽ ഇവിടെ വരില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളിങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ച് ഈ നിറം കറക്റ്റായെന്ന് വെച്ച് ഉടനെ തിരിക്കരുത്. ഉടനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഈ ഓറഞ്ച് ഇവിടെ കറക്റ്റാവും, വൈറ്റും കറക്റ്റാവും. പക്ഷേ ഇതിൻ്റെ സൈഡിലെ നിറം ഗ്രീനാണ്. ഗ്രീൻ ഇവിടെ വന്നാൽ മാച്ച് ആവത്തില്ല, കറക്റ്റ് ആവത്തില്ല. അപ്പം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത നിറം നോക്കുക, ഇത് മാറ്റി വെക്കുക. ഇതങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല. നമ്മൾ ഉടനെ അടുത്ത നമുക്ക് കോർണർ ശരിയാക്കാണ്ട് മൊത്തം 2 എണ്ണം ശരിയാക്കാണ്ട്. അപ്പോൾ അടുത്ത വെള്ള എവിടെയാണെന്ന് നമ്മൾ നോക്കുക. അടുത്ത വെള്ള ഇവിടെ ചവിട്ടിയിരിക്കുമ്പോൾ ഇതിനെ നേരത്തെ ഞാൻ ചെയ്തതുപോലെ ഇതിനെ മുകളിൽ കൊണ്ടുവരണം. മുകളിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെക്കാനുള്ള പീസ് മുകളിൽ വരും. നമുക്കത് വെച്ചതിന് ശേഷം അടുത്ത ഇത് വെക്കാം.
ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തോണ്ടാണ് ഇപ്പോൾ വെക്കാത്തത്. അടുത്ത ഇത് വെക്കുമ്പോഴത്തേക്ക് നമുക്കതിന് വെക്കാനുള്ള സ്ഥലം കിട്ടും. അതുകൊണ്ടാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പീസിനെ മുകളിൽ കൊണ്ടുവരാം. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്ഥലം എവിടെയാണോ വെക്കേണ്ടത് അത് മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുക. അതിനുശേഷം പഴയതുപോലെ വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് വൈറ്റ് ഇങ്ങ് മുകളിൽ പോയി, ഇങ്ങോട്ട് പോയി, ഇവിടെ വന്നു. ഇനി നമുക്ക് ഈ മുകളിൽ വന്ന പീസിൻ്റെ സൈഡിലെ ഒരു നിറം, ഏതെങ്കിലും ഒരു നിറം സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്ത്, ബ്ലൂ ഈ സെൻറ്ററിൽ വരുന്നത് എവിടെയാണെന്ന് നോക്കി തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ച് ഈ ബ്ലൂ ഇവിടെ മുകളിൽ വന്ന് തിരിച്ച് വെച്ചു. എൻ്റെ അടുത്ത നിറം നോക്കി, അടുത്ത ഓറഞ്ചാണ്. ഓറഞ്ച് ഇവിടെ വന്നാൽ ശരിയാവത്തില്ല, ഓറഞ്ച് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസിനെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ നോക്കാം. അടുത്ത ഇതിവിടെ ബ്ലൂ കറക്റ്റായിട്ട് ഇരിക്കുകയാണ്, ഓറഞ്ച് വൈറ്റ്, അതായത് ബ്ലൂ ഇവിടെ വന്നാൽ സീറ്റിംഗ് ആവും, പക്ഷേ ഓറഞ്ച് ഇവിടെ ഇരിക്കത്തില്ല. ഇവിടെ ഓൾറെഡി പീസ് ഇരിപ്പുണ്ട്, ഈ പീസ് ഇവിടുത്തെ അല്ല. അപ്പോൾ നമ്മൾ അടുത്ത പീസിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ പീസിലേക്ക് വന്ന് ആ പീസ് താണ്ട് ഇവിടെ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ സൈഡിലെ നിറം നോക്കി ഗ്രീൻ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അടുത്ത നിറം നോക്കി ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഓറഞ്ച് ഇവിടെ വന്നാൽ ശരിയാവും നോക്കണം. വൈറ്റ് അടിയിൽ ശരിയാവും, ഓറഞ്ച് താണ്ട് ഇവിടെ വന്നാൽ ശരിയാവും. ഓറഞ്ചും ശരിയാവും, ഇവിടെ വന്നാൽ സീറ്റിംഗ് ആവും. ഗ്രീൻ ഇവിടെ വന്നാൽ സീറ്റിംഗ് ആവും, വൈറ്റ് അടിയിൽ വന്നാൽ സീറ്റിംഗ് ആവും. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുക, എവിടെയാണോ വരേണ്ടത് അത് മുകളിലോട്ട് തിരിക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വീണ്ടും തിരിക്കുക. അപ്പോൾ വൈറ്റ് കറക്റ്റായിട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ താഴോട്ട് വെക്കും. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടി. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം ആ പീസ് മാറ്റി വെച്ചത്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ ആ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്തതിലേക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റിംഗ് ആവും. ഇനി അടുത്ത വൈറ്റുള്ളത് കോർണറാണ്. അടുത്ത വൈറ്റുള്ള കോർണർ ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു, സൈഡിൽ വൈറ്റ്. അപ്പോൾ അതിൻ്റെ അടുത്ത നിറം നോക്കി ഓറഞ്ച്, ബ്ലൂ ഇവിടെ കറക്റ്റാവും, ഓറഞ്ച് ദാണ്ട് ഇവിടെ കറക്റ്റാവും. അപ്പോൾ നമുക്കിത് നേരെ പിടിക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്നും പിടിച്ച് തിരിക്കല്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഇത് ബ്ലൂവും കറക്റ്റായിട്ട് വന്നതിന് ശേഷം അത് നമ്മുടെ നേരെ പിടിക്കുക. ഇങ്ങനെയൊന്നും മാറ്റി പിടിക്കല്, നേരെ തന്നെ പിടിക്കുക. ഇത് എവിടെയാണോ വരുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് നേരെ വെക്കുക. ശേഷം മുകളിലോട്ട് തിരിക്കുക, ഇടത്തോട്ട് വലത്തോട്ട് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ഈ വൈറ്റും കറക്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം താഴോട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ആ അടിയിലത്തെ ലെയർ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കിട്ടി. വൈറ്റ് കറക്റ്റായി, ഈ സൈഡ് എല്ലാ സൈഡും കറക്റ്റായി. ഇത് മാത്രമല്ല നമുക്ക് താണ്ട ഈ സെൻറ്ററിലെ പീസും കറക്റ്റായിട്ട് കിട്ടും. ഈ മുകളിലത്തെ നോക്കണ്ട, ഈ സെൻറ്ററിലെ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. മെയിനായിട്ടൊരു കാര്യം, നിങ്ങൾ ഈ സ്റ്റെപ്പ് പഠിച്ചതിന് ശേഷം, കാണാതെ പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത പറയുന്ന സ്റ്റെപ്പിലേക്ക് കടക്കാവൂ. എന്നാലേ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഓർമ്മയിരിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഈ രണ്ടാമത്തെ ലെയറാണ്, മിഡിൽ ലെയറാണ്. ആ മിഡിൽ ലെയർ റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ടീ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ടീ. അതിനായിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുക. ടീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്ററിലെ അതേ നിറം തന്നെ ഉള്ള ഒരു പീസ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പം ഗ്രീനാണ്. ഗ്രീൻ ഈ സെൻറ്ററിലുള്ളത് ഇതിൻ്റെ ചുറ്റിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ തിരിച്ച് നോക്കുക. ഗ്രീനുള്ളത് ഇങ്ങനെ തിരിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ഗ്രീനുള്ള ലൈൻ കിട്ടി. ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. അപ്പോൾ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ടീ ഉണ്ടാക്കുന്ന വഴിക്ക് ഒരിക്കലും ആ ടീ ഉണ്ടാക്കുന്നതിൻ്റെ ടോപ്പിലുള്ള കളറ്, മുകളിലെ കളറ് മഞ്ഞയാവാൻ പാടില്ല. മഞ്ഞയായി കഴിഞ്ഞാൽ നമുക്ക് ഈ മിഡിലെ ലെയർ ശരിയാക്കാൻ പറ്റത്തില്ല. കാരണം ഈ മഞ്ഞ ഈ ടോപ്പിലെ കളറാണ്, ഇവിടെ വരേണ്ട കളറാണ്.
അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും എടുക്കരുത്. അതുകൊണ്ട് നമുക്ക് അടുത്ത മഞ്ഞ ഇല്ലാത്ത യെല്ലോ കളറ് വരാത്ത ഏതെങ്കിലും ഒരെണ്ണം ഒരു ടീ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ യെല്ലോ ഇല്ലാത്ത ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. ബ്ലൂ ഉണ്ട്. ബ്ലൂ നോക്കിയിട്ട് അതിൻ്റെ സൈഡിലെ നിറം ഏതാ നോക്കുക. അതിൻ്റെ സൈഡിലെ നിറം ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് സെൻറ്ററിൽ വരുന്ന ഒരു ടീ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനൊരു ടീ നമ്മൾ ഉണ്ടാക്കി. ബ്ലൂവിൻ്റെ സൈഡിൽ ഓറഞ്ച് ആയപ്പോൾ നമ്മൾ ഇങ്ങനെ ടീ മെയിനായിട്ട് നമ്മൾ ഇങ്ങനൊരു ടീ ആണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനൊരു ടീ അതിൻ്റെ മുകളിൽ എന്തുവാ യെല്ലോ വരല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുകളിലത്തെ നിറം നോക്കിയത്. അതിന് ശേഷം സൈഡിലെ നിറം നോക്കുന്നത്. മുകളിലത്തെ നിറം നോക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ടോപ്പിൽ ചിലപ്പോൾ യെല്ലോ കാണും. അപ്പോൾ മുകളിലത്തെ നിറം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെ നിറം രണ്ടാമത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ടീ ഉണ്ടാക്കി അതിന് ശേഷം അടുത്ത നിറം നോക്കിയപ്പോൾ മുകളിൽ ബ്ലൂ ആണ്. എന്നിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈ ഓറഞ്ചിൻ്റെ ഏത് സൈഡിലാണ് ബ്ലൂ വന്നിരിക്കുന്നത് നോക്കുക. ഈ സൈഡിലാണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് ബ്ലൂ വന്നിരിക്കുന്നത്. ഈ ബ്ലൂ വന്നിരിക്കുന്നത് ഇതാണ്ട് ഇതിൻ്റെ ഈ സെൻറ്റർ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്ററിലെ പീസുകളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിറം നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്ററിലെ പീസേ നോക്കാവൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ സൈഡിലെ അടുത്ത നിറം ബ്ലൂ ആണ്. ബ്ലൂ ഈ സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ നേരെ പിടിക്കുക. ഈ തിരിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണോ വരേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. നിങ്ങൾക്ക് ഈ പീസ് ഇടത്താ വരേണ്ട ഓപ്പോസിറ്റ് തിരിക്കുക. നിങ്ങൾക്ക് ഇടത്താ വരണ്ടെങ്കിൽ നിങ്ങൾ വലത്ത് തിരിക്കുക. വലത് സൈഡിൽ വരണമെങ്കിൽ ഇടത്ത് തിരിക്കുക. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് വരേണ്ടത് ഈ വലത്തെ സൈഡിലാണ്. ഈ പീസ് ഈ വലത്തെ സൈഡിൽ വരേണ്ടതാണ് ഈ പീസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ടോപ്പ് മാത്രം വലത്തോട്ട് തിരിക്കുക. നമുക്ക് ഇവിടാണ് വരേണ്ടത്, അതുകൊണ്ട് ഇത് വലത്തോട്ട് തിരിച്ചു. അതിനുശേഷം ഏത് ഭാഗത്താണോ വരേണ്ടത് അത് മുകളിലോട്ട് തിരിച്ചു. വീണ്ടും നമ്മൾ അത് പഴയതുപോലെ വെച്ചു. വീണ്ടും നമ്മൾ ഈ തിരിച്ചത് വീണ്ടും നമ്മൾ പഴയതുപോലെ വെച്ചു. അതിനുശേഷം വീണ്ടും ഈ ടോപ്പ് അങ്ങോട്ട് തന്നെ ഒന്നും കൂടെ തിരിച്ചു. അതിനുശേഷം നമ്മൾ ഈ ടോപ്പ് മുകളിലോട്ട് തിരിക്കുന്നു. മുകളിലോട്ട് തിരിച്ചു, ഇത് പഴയതുപോലെ വെച്ചു. അതിനുശേഷം ഇത് താഴോട്ട് തിരിച്ചു. അപ്പോൾ നമുക്ക് ആ ലൈൻ കറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഒന്നുകൂടെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഇനി യെല്ലോ ഇല്ലാത്ത ടോപ്പിൽ ഒരെണ്ണവും കൂടെ നോക്കാം. അതുകൊണ്ട് ഈ റെഡ് എടുക്കാം. റെഡിൻ്റെ സൈഡിൽ ഗ്രീനുണ്ട്. അപ്പോൾ ഗ്രീനുള്ള ഒരു ടീ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ ടോപ്പ് മാത്രം ഇങ്ങനെ തിരിച്ച് നോക്കുക. ടോപ്പ് മാത്രം ഇങ്ങനെ തിരിക്കുക. തിരിച്ചപ്പോൾ നമുക്കിങ്ങനെ ഒരു ടീ കിട്ടി. അതിൻ്റെ നിറം ഏതാണെന്ന് നോക്കുക. റെഡ് ഈ സൈഡിലാണോ വരാനുള്ളത് നോക്കുക. ഈ ഗ്രീനിൻ്റെ ഏത് സൈഡിലാണെന്ന് നോക്കുക. ഈ സൈഡിൽ ഈ സൈഡിൽ വന്നിരിക്കുന്നത് ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് നോക്കുക. ഈ സൈഡ് റെഡ് ഇവിടെ വരും. ഈ റെഡ് ഇവിടെ. അപ്പോൾ ഈ പീസ് ഇവിടുത്തെയാണ്. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുക. നേരത്തെ നമുക്ക് റൈറ്റ് ആയിരുന്നു വരാനുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഈ പീസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്, ഇവിടാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പ് ഇടത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിക്കുക. ഈ ടോപ്പ് നമ്മുടെ ഈ വലത്തോട്ട് തിരിച്ചു. അതിനുശേഷം എവിടാണോ വരേണ്ടത് ആ ഭാഗം നമ്മൾ മുകളിലോട്ട് തിരിച്ചു. അതിനുശേഷം നമ്മൾ ആദ്യം തിരിച്ചത് നമ്മൾ തിരിച്ചു വെക്കുന്നു. ആദ്യം തിരിച്ച തിരി നമ്മൾ തിരിച്ചു വെച്ചു. ഇവിടെയും നമ്മൾ ആദ്യം തിരിച്ച തിരി പഴയതുപോലെ വെച്ചു. നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെച്ചു. അതിനുശേഷം വീണ്ടും പിന്നെ നമ്മൾ ആ തിരിച്ചിടത്തോട്ട് തന്നെ വീണ്ടും തിരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ടോപ്പ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാഗം മുകളിലോട്ട് തിരിക്കുക. ശരീരത്തിൻ്റെ ആ ഭാഗം മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം നമ്മളിത് പഴയതുപോലെ വെക്കുക. നേരത്തെ തിരിച്ച തിരി പഴയതുപോലെ വെക്കുക. ശരീരത്തിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെ തിരിച്ച് പഴയതുപോലെ വെക്കുക. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ആ രണ്ട് പീസും അവിടെ കറക്റ്റായി. ഇനി നമുക്ക് അടുത്ത പീസ് ചെയ്ത് നോക്കാം. അടുത്ത യെല്ലോ ഇല്ലാത്തൊരു പീസ് എടുക്കുക. യെല്ലോ ഇല്ലാത്തതാണ്ട് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ സൈഡിൽ ഏതാ നോക്കുക.
ഗ്രീനുണ്ട്. അപ്പോൾ ഗ്രീനുള്ള ഒരു ടീ ഉണ്ടാക്കുക. ഗ്രീനുള്ള ടീ ഉണ്ടാക്കി എന്നിട്ട് ഈ ഓറഞ്ച് ഏത് സൈഡിലാണ്, ഈ സൈഡിലാണ് നോക്കുക. ഇപ്പോൾ ഓറഞ്ച് താണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ടോപ്പ് മാത്രം ഓപ്പോസിറ്റ് തിരിക്കുക. ഓപ്പോസിറ്റ് ഓർത്തിരുന്നാൽ മതി. വരേണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് എന്നിട്ട് ഏത് ഭാഗത്താണോ വരേണ്ടത് അത് മുകളിലോട്ട് തിരിച്ച് ഇനി ആ 2 തിരി നമ്മൾ തിരിക്കുക. നമ്മൾ തിരിച്ച് 2 തിരി തിരിച്ചു. ഇനി നമുക്ക് ഈ ടോപ്പ് മാത്രം വീണ്ടും ഒന്നും കൂടെ തിരിക്കുക. തിരിച്ചിടത്തോട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാഗം മുകളിലോട്ട് തിരിക്കുക. പിന്നെ നമ്മൾ തിരിച്ചത് പഴയതുപോലെ വെക്കുക. അതിനുശേഷം ഈ ശരീരത്തിൻ്റെ ഭാഗവും നമ്മൾ തിരിച്ച് വെക്കുക. അപ്പോൾ അത് നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. ഇനി ഒരെണ്ണവും കൂടെ നമുക്ക് ശരിയാക്കാറുണ്ട്. ഓൾറെഡി ഇരിപ്പുണ്ട് ഇവിടെ ഒരു ബ്ലൂ ടീ, അതുകൊണ്ട് അത് തിരിച്ച് വെക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തത് റെഡ് ആണ്. ഈ ബ്ലൂ ടീയുടെ മുകളിലത്തെ നിറം റെഡാണ്. റെഡ് ഈ സൈഡിലാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇത് മുകളിലോട്ട് ഏത് ഓടാണോ വരേണ്ടത് അത് മുകളിലോട്ട് തിരിച്ച് നമ്മൾ തിരിച്ച തിരിയെല്ലാം വീണ്ടും പഴയതുപോലെ വെച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ ഒന്നും കൂടെ തിരിച്ച് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാഗം മുകളിലോട്ട് തിരിച്ച് മുകളിൽ തിരിച്ചത് വീണ്ടും പഴയതുപോലെ വെച്ച് പിന്നെ ആ ശരീരത്തിൻ്റെ ഭാഗം തിരിച്ച് അതേപോലെ വെച്ച്. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ലെയർ ഫുള്ളായിട്ട് ക്ലിയറായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെയ്യുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ടോപ്പാണ്. നമുക്ക് 2 ലെയർ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ടോപ്പ് ഇവിടെ എല്ലാം നമുക്ക് മഞ്ഞ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിക്കവാറും ഇങ്ങനെ ഒരു പീസ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഈ കോർണർ പീസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട. കോർണർ എപ്പോൾ ചെയ്താലും നമ്മൾ അവസാനമാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നതിൻ്റെ അവസാനമാണ് കോർണർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ താണ്ട ഈ ഇവിടെ ഒരു മഞ്ഞ മാത്രമേ കിട്ടൂ. ഇതൊന്നും കിട്ടത്തില്ല. ഈ ഒരൊറ്റ മഞ്ഞയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനെ എല്ലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ കണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു ഈ 3 പീസ് മിക്കവാറും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എങ്ങനെ പിടിച്ചിരുന്നാലും ഇങ്ങനെ പിടിക്കണം. അവസാനം ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പീസുകളൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഒരു ഡോട്ട് മാത്രമേ ഈ നടുക്കത്തെ മഞ്ഞ മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾ എങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ലൈനായിരിക്കും കിട്ടുന്നത്. ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പ് ചെയ്യണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പ് കൂടെ നിങ്ങൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഇതാണ് ഏറ്റവും ഈ ടോപ്പ് ചെയ്യാനാണ് ഏറ്റവും പാട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഡോട്ടോ ഇങ്ങനൊരു പീസോ കിട്ടുക. നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. എന്നാലും ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഇടത്തോട്ട് പിടിക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ശ്രദ്ധിച്ച് കാണുക. വലത്തോട്ട്, അതിനുശേഷം ഈ ഭാഗം റൈറ്റ് സൈഡ് വലത്തോട്ട്, വീണ്ടും ഈ ടോപ്പ് വലത്തോട്ട് തിരിച്ചിട്ട് നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെക്കുക. ഇത് പഴയതുപോലെ വെച്ച് ഇതും പഴയതുപോലെ വെച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തിരിച്ചതും നമ്മൾ പഴയതുപോലെ വെച്ചു. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴത്തെ ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതൊന്നും മാറത്തില്ല. ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ എല്ലാം പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈൻ കിട്ടും. നിങ്ങൾക്ക് ഡോട്ടാണ് എല്ലാണ് എന്തോ കിട്ടിയിരുന്നാലും ഇതേപോലെ ഒരു സ്റ്റെപ്പ് തിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈൻ കിട്ടും. നിങ്ങൾക്ക് ചിലപ്പം ഒരു ഡോട്ടാണ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ തിരിപ്പ് തന്നെ തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈൻ കിട്ടും. ഇങ്ങനൊരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നെങ്കിലും പിന്നെ വീണ്ടും ഇങ്ങനെ പിടിക്കുക. ഈ 2 പീസ് നോക്കട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കോർണറൊന്നും നോക്കണ്ട. ഈ ലൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക. വീണ്ടും ഇപ്പം ഞാൻ ചെയ്ത അതേ സ്റ്റെപ്പ് തിരിക്കുക. അതായത് ഈ ഫ്രണ്ട് തിരിക്കുക. അതിനുശേഷം റൈറ്റ് തിരിക്കുക. വീണ്ടും ഈ ടോപ്പ് തിരിക്കുക. ടോപ്പ് ഒരു തവണ തിരിക്കുക. വീണ്ടും നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെക്കുക. ഈ തിരിച്ചതും പഴയതുപോലെ വെക്കുക. ഈ ടോപ്പ് നമ്മൾ തിരിച്ചതും പഴയതുപോലെ വെക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് കിട്ടും.
ഇങ്ങനൊരു ക്രോസ് കിട്ടും. നിങ്ങൾക്ക് ചിലപ്പം ഈ രണ്ടാമത്തെ ലെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനൊരു ക്രോസ് കിട്ടുമായിരുന്നു. അങ്ങനെ ക്രോസ് കിട്ടിയാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആരും ചെയ്യണ്ട. ഇപ്പോൾ പറഞ്ഞ ഈ ഇത്രയും നേരം ഈ ടോപ്പ് ചെയ്യാൻ പറഞ്ഞ 2 വട്ടം പറഞ്ഞ സ്റ്റെപ്പും നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് താഴത്തെ 2 സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേ വേണ്ട. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനൊരു പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 4 യെല്ലോ കിട്ടും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഈ സൈഡിലൊന്നും ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് അത് മൈൻഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസിൻ്റെ സൈഡ്, ഈ ക്രോസിൻ്റെ എല്ലാത്തിൻ്റെ സൈഡ് ക്ലിയർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് നോക്കുക. തിരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും 2 പീസുകൾ കറക്റ്റായിട്ട് കിട്ടും. 2 പീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എവിടെയെങ്കിലും കിട്ടും. ഇങ്ങനെ തിരിച്ച് നോക്കുക. ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒറ്റ പീസേ കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ അടുത്ത് തിരിച്ച് നോക്കുക. അപ്പോൾ അടുത്ത് തിരിച്ച് നോക്കുമ്പോൾ അതാണ്ട് എനിക്ക് റെഡ് കിട്ടി, ബ്ലൂ കിട്ടി. ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് 1 കിട്ടിയിട്ടുള്ളായിരുന്നു. ഒരെണ്ണമല്ല, എങ്ങനെ ആയാലും നിങ്ങൾക്ക് 2 എണ്ണം കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും 2 എണ്ണം കറക്റ്റായിട്ട് വരും. എനിക്കിതാണ്ട് ബ്ലൂ വന്നു, റെഡ് വന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത്. എനിക്ക് വന്നത് ഇപ്പോൾ ഈ സൈഡും വന്ന് ഈ സൈഡും വന്നു. നിങ്ങൾ ചിലപ്പം കിട്ടുന്ന ഈ സൈഡും ആയിരിക്കും, ഈ സൈഡും ആയിരിക്കും, ചിലപ്പോൾ ഈ സൈഡും ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. കളറ് മാച്ചായിട്ട് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത് ഒരു സൈഡ് ഈ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് വരുന്ന ഒരു നിറം ഈ ഓപ്പോസിറ്റ് വെക്കുക. ഒരു സൈഡ് നിങ്ങൾക്ക് ഇങ്ങനെ കോൺ എൽ ഷേപ്പാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് വെക്കുക. ഒരു സൈഡ് റൈറ്റ് സൈഡിലും വരണം. ഈ റൈറ്റ് സൈഡിൽ ഒരു നിറം വരണം, ഈ ഓപ്പോസിറ്റ് സൈഡ് ഒരെണ്ണം വരണം. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നത് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ എങ്ങനെയായാലും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരെണ്ണവും നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഭാഗത്ത് ഒരു നിറവും വരണം. അപ്പോൾ പറഞ്ഞ് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ് 2 നിറം എങ്ങനെയായാലും കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റും നിങ്ങളുടെ ഫ്രണ്ടിലും ഒരു നിറം ആക്കി വെക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ റൈറ്റ് സൈഡിലും ഈ ഓപ്പോസിറ്റ് സൈഡിലും ഒരു നിറം പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വലത്ത് തിരിക്കുക. ഇത് റൈറ്റ് സൈഡ് മാത്രം വലത്ത് അപ്പ് തിരിക്കുക. ടോപ്പ് റൈറ്റ് തിരിക്കുക. അതിനുശേഷം നമ്മൾ ഈ തിരിച്ചത് ബാക്ക് പിടിക്കുക. റൈറ്റ് തിരിച്ചത് നമ്മൾ അതേപോലെ വെച്ച് വീണ്ടും അപ്പ് ഒരു തവണ കൂടെ തിരിക്കുക. പിന്നെ ഈ റൈറ്റ് സൈഡ് അപ്പ് തിരിക്കുക. പിന്നെ ടോപ്പ് 2 വട്ടം തിരിക്കുക. അതിനുശേഷം ഈ റൈറ്റ് തിരിച്ചത് പഴയതുപോലെ വെക്കുക. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇതാണ്ട് നോക്കുക. ഈ സൈഡ് ശ്രദ്ധിക്കുക. സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ശരിയായിട്ടില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഈ ടോപ്പ് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ദാണ്ടെ ഈ സൈഡ് സെൻറ്റർ പീസ് കറക്റ്റായി, ഇവിടുത്തെ സെൻറ്റർ പീസ് കറക്റ്റായി, ഇവിടുത്തെ സെൻറ്റർ കറക്റ്റായി, ഇവിടെയും കറക്റ്റായി. ഇതേപോലെ ഒരു വട്ടം തിരിച്ചാൽ നിങ്ങൾക്ക് ആ 4 പീസും കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോർണറാണ്. ഈ 4 കോർണറും ശരിയാക്കണം. എനിക്കിതാണ്ട് ഇവിടുത്തെ ഒരു കോർണർ ശരിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചിലപ്പം ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ഇതേപോലെ ഒരെണ്ണം കിട്ടും. ഇതേപോലെ തിരിച്ച് നോക്കുക, എവിടെ ക്ലിയറായിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് ഇവിടെ വരാനുള്ളത് തന്നെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ യെല്ലോ, ഗ്രീൻ, റെഡ് ഇത് ഇവിടുത്തെ നിറമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇവിടുത്തെ അല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണ്ട് യെല്ലോ ഇവിടുത്തെ തന്നെയാണ്, ഗ്രീൻ ഈ സൈഡിൽ വരുന്നതാണ്. പക്ഷേ ഈ റെഡ് ഇവിടെ വരേണ്ടതല്ല. ഇത് ഇവിടുത്തെ പീസ് അല്ല, ഇത് മാറിയിരിക്കുകയാണ്. അടുത്ത് നോക്കുക, ഈ പീസ് ഇവിടുത്തെയാണ് നോക്കുക. ഈ പീസ് ഇവിടുത്തെ അല്ല. യെല്ലോ മുകളിലുണ്ട്,
ബ്ലൂ ഈ സൈഡിലെങ്ങും വരുന്നതല്ല. ഒരെണ്ണം ശരിയല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ശരിയല്ലെങ്കിൽ പോലും ഈ മെത്തേഡ് ഞാൻ പറയുന്ന അടുത്ത മെത്തേഡ് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരെണ്ണം ശരിയല്ലെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം എന്നാലേ നമുക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ വന്നിരിക്കുന്ന ഈ പീസ് ഇവിടുത്തെ അല്ല, പക്ഷേ ഈ പീസ് കറക്റ്റായിട്ട് കിട്ടുക. ഒരെണ്ണം മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അടുത്ത ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈ നിറങ്ങൾ നോക്കണം. 3 നിറം ഇവിടുത്തെ ആണോ നോക്കിയാൽ മതി. ഈ മൂലയ്ക്കത്തെ നിറമാണോ ഇത് ഇവിടുത്തെ നിറമാണോ നോക്കിയാൽ മതി. ഇത് ഇവിടുത്തെ നിറമാണ്, പക്ഷേ ഇത് ഇവിടുത്തെ നിറമല്ല. ഈ ബ്ലൂ ഇതിന് വരാനുള്ള പീസല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കറക്റ്റായിട്ടുള്ളൊരു നിറം കാണും. അത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ പിടിക്കുക, ഈ മൂലയ്ക്ക് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക നമ്മുടെ ശരീരത്തിനോട് ചേർത്ത്. അതിനുശേഷം ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരിയായിട്ടിരിക്കുന്ന ഭാഗത്ത് റൈറ്റ് തിരിക്കുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് അപ്പ് തിരിക്കുക. വീണ്ടും നമ്മളെ തിരിച്ചത് പഴയതുപോലെ വെച്ചതിന് ശേഷം ഈ ഇടത്തെ സൈഡ് അപ്പിലോട്ട് തിരിക്കുക, മുകളിലോട്ട് തിരിക്കുക. വീണ്ടും ഈ ടോപ്പ് ഇങ്ങോട്ട് തിരിക്കുക. അതിനുശേഷം ഇത് താഴോട്ട് വെക്കുക. വീണ്ടും നമ്മൾ തിരിച്ചത് എല്ലാം ബാക്കി വെക്കുക. അങ്ങനെയൊക്കെ ബാക്കിയുള്ള പീസിനൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതേപോലെ തിരിച്ചാൽ മതി. പക്ഷേ ഒരു തിരിപ്പ് പോലും നിങ്ങൾ മാറിപ്പോവില്ല. എന്നിട്ട് ഒന്നുകൂടെ നോക്കുക, നമ്മൾ കറക്റ്റായോ, നമ്മൾ വെച്ചിരുന്ന പീസൊക്കെ കറക്റ്റായോ നോക്കുക. ഇത് ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. യെല്ലോ ഇവിടെ വരും, പക്ഷേ ഈ നിറം ഇവിടെ വരത്തില്ല. ഇത് ഓറഞ്ചാണ്, ഓറഞ്ച് ഇവിടെ വരത്തില്ല. അപ്പം നമുക്ക് വീണ്ടും ഒന്നുകൂടെ അത് ചെയ്യാം. അതാണ്ട് ഈ പീസ് കറക്റ്റായിട്ടിരിക്കുന്ന പീസ് വീണ്ടും എടുക്കുക, വീണ്ടും ഒന്നുകൂടെ ചെയ്യാം. ഇത് നോക്കിക്കോണം, റൈറ്റ് തിരിച്ച്, ഇത് അപ്പ് തിരിച്ച്, ഇതും ബാക്ക് വീണ്ടും ബാക്കിലോട്ട് തിരിച്ച് വെച്ച്, ഇത് ഇടത്തെ സൈഡ് നമ്മൾ അപ്പ് തിരിച്ച്, വീണ്ടും അത് അങ്ങോട്ട് വെച്ച്, ഇത് തിരിച്ച് വെച്ച്, അതിന് ശേഷം ഇതും തിരിച്ച് വെച്ചു, വീണ്ടും പഴയതുപോലെ വെച്ചു. ഇനി നമ്മൾ നോക്കുക, നമ്മൾ പീസുകളെല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ പീസ് നമ്മൾ അവിടെ തന്നെ നേരത്തെ ഓൾറെഡി ഉണ്ടായ അത് കറക്റ്റാണ് ഇരിക്കുന്നത്. അടുത്തത് ഈ പീസ് നോക്കുക. പീസ് 3 നിറമുണ്ട്, യെല്ലോ, ഗ്രീൻ, റെഡ്. ഇത് ഇവിടുത്തെ ആണ്, റെഡ് ഇവിടെ വരും, ഈ ഗ്രീൻ ഇവിടെ വരും. ഇത് ഇവിടുത്തെ പീസ് തന്നെ. ഇത് ഓൾറെഡി കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മളൊന്നും ചെയ്യാനില്ല, ഇത് കറക്റ്റാണ്. ഈ പീസും ഇവിടുത്തെ തന്നെയാണ്. യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത് ഇവിടുത്തെ പീസ് തന്നെ. ഈ 3 നിറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ കുഴപ്പമില്ല, ഇവിടെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത് ഇവിടെ തന്നെയാണ്, ഇത് ഇവിടെ തന്നെ. ഇനി നമ്മൾ അപ്പാടെ 2 പീസ് നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. ബാക്കി 2 കറക്റ്റായിട്ട് വന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 4 പീസും ഇതേപോലെ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കത്തില്ല. താണ്ട് ഇതേപോലെ ഇരിക്കും, ഇങ്ങനെ മാറിയും തിരിഞ്ഞും കറങ്ങി അങ്ങോട്ടും പിരിഞ്ഞിരിക്കും. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായാലും ഈ പീസ് ഇവിടുത്തെ തന്നെ ആണെന്ന് ഉറപ്പ് കിട്ടിയാൽ മതി. അതായത് 3 നിറം വന്നാൽ മതി. അപ്പം അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പിടിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് നിറം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പിടിക്കുക. വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പിടുത്തം ഇനി നമ്മൾ വിടല്, ഇങ്ങനൊരു പിടുത്തം പിടിച്ചോണം. അതിനുശേഷം താഴോട്ട്, ഇടത്തോട്ട്, വീണ്ടും മുകളിലോട്ട്, വീണ്ടും ഇത് അടിയിലത്തെ ഭാഗം റൈറ്റ്. ഈ അടിയിലത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും മറന്നുപോയില്ല. അത് മറന്നുപോയി കഴിഞ്ഞാൽ എല്ലാം കുളമാവും. ഇത് എത്ര നേരം തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ നമ്മളെ സ്റ്റെപ്പ്. നമ്മുടെ ഫസ്റ്റ് തിരിപ്പ് നമ്മൾ കഴിഞ്ഞു. ഈ ഒരു തിരിപ്പ് മാത്രമേ ഉള്ളൂ. നോക്കിക്കോണം, താഴോട്ട്, ഇടത്തോട്ട്, വീണ്ടും മുകളിലോട്ട്, വീണ്ടും വലത്തോട്ട്, വീണ്ടും നമ്മുടെ ആ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഇത് തന്നെ ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം തിരിക്കണമെന്ന് കാണിച്ചു തരാം. വീണ്ടും താഴോട്ട്, ഇടത്തോട്ട്, മുകളിലോട്ട്, വലത്തോട്ട്, വീണ്ടും നമ്മൾ തിരിക്കുക. താഴോട്ട്, ഇടത്തോട്ട്, മുകളിലോട്ട്, ഇത് വലത്തോട്ട്. നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് ദാണ്ട ഈ മുകളിലത്തെ ഈ സാധനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നവരെ നമ്മൾ ഈ തിരിപ്പ് തിരിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് ഞാൻ തിരിച്ചത്. ദാണ്ട നമുക്ക് ഇപ്പം ഈ സൈഡ് കറക്റ്റായിട്ട് കിട്ടി. ഈ ബാക്കി ഇതൊന്നും നമ്മൾ നോക്കണ്ട, ഈ സൈഡൊന്നും നോക്കണ്ട. ഈ ടോപ്പ് മാത്രം ക്ലിയർ ആവാൻ നോക്കിയാൽ മതി. നമുക്കത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദാണ്ട ഇത് തിരിച്ച് റൈറ്റിലോട്ട് വെക്കുക. ഇങ്ങനെ ആക്കുമ്പം
സാധാരണ ഇവിടെ ഇതേപോലൊരു പീസായിരിക്കും വരുന്നത്, മാറിയിരിക്കും. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്ക് നേരത്തെ കിട്ടിയോണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതേപോലെ മാറി നമുക്ക് ഇവിടെ ഇരിക്കും. നമ്മൾ വീണ്ടും ഇപ്പോൾ ചെയ്തത് തന്നെ ചെയ്യേണ്ട വന്നാനെ ഒന്നും കൂടെ. ഇതിപ്പോൾ കറക്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മളത് റൈറ്റിലോട്ട് മാറ്റി വെക്കുക. വീണ്ടും ക്ലിയർ അല്ലാത്തൊരു പീസ് വന്നു. ഇനി നമ്മളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യുക. അതായത് താഴോട്ട്, ഇടത്തോട്ട്, മുകളിലോട്ട്, പിന്നെ അടിയിലത്തത് റൈറ്റ് തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് തിരിക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നില്ല. കറക്റ്റായിട്ട് വരുന്നവരെ ഈ സ്റ്റെപ്പ് തിരിക്കുക. അതായത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നില്ല, ഇവിടെ മാറിയിരിക്കുക, ഈ പീസ് മാറിയിരിക്കുക. അതുകൊണ്ട് വീണ്ടും ഇത് ഒന്നുകൂടെ തിരിക്കുക. കറക്റ്റായി കിട്ടുന്നവരെ ഈ സ്റ്റെപ്പ് തന്നെ തിരിച്ചുകൊണ്ടിരിക്കുക. താഴോട്ട്, ഇടത്തോട്ട്, മുകളിലോട്ട്, വലത്തോട്ട്. അപ്പോൾ ആ പീസ് നമുക്ക് കറക്റ്റായിട്ട് വന്നു. ഇത് കറക്റ്റായിട്ട് കിട്ടി. ഇനി ഈ പിടുത്തം വിട്ടു. അതാണ്ട് ഇത് ഇങ്ങനെ തിരിച്ചാൽ മതി. നമുക്ക് ഫുള്ള് കറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുമ്പിട്ട വീഡിയോയിൽ കുറച്ച് പരാതികളുണ്ടായിരുന്നു. സ്പീഡ് കൂടിപ്പോയി, മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഇച്ചിരി സ്ലോവിന് സമയമെടുത്ത് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.